Welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. Blockbuster partner MyG, My Generation Detail Hub, co-powered by Asian Paints and special partner Sopic. അപ്പൊ നമ്മള് ഇന്ന് നമ്മളുടെ ഒരു പുതിയ എപ്പിസോഡ് തുടങ്ങാൻ പോകണം. നമ്മൾ ഒരുപാട് വലിച്ചിട്ടേണ്ട കാര്യമില്ല, നമുക്ക് നേരെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യക്കാരെ നമുക്ക് വിളിക്കാം. പ്രധാന ആള് മൂത്താശാൻ. ലെറ്റ്സ് വെൽക്കം ജിപി. മൂത്താശാൻ വന്ന സ്ഥിതിക്ക് ശിഷ്യയെ വിളിക്കാം. ഓക്കെ, അത് ജിപി ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് ലെറ്റ്സ് വെൽക്കം ഡിപി. ഒരാഴ്ചക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടിയതാണ്. അതെ, ഒരുപാട് വിശേഷങ്ങളോട് പറയാൻ. നമ്മുടെ സൂപ്പർ സ്റ്റാർസിനെ വിളിക്കൂ. പിന്നെ തീർച്ചയായിട്ടും ഷിട്ടോ വിളിക്കൂ. ഷിട്ടോ, നമ്മുടെ 8 വൈറൽ കപ്പിൾസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ടു മിസ്റ്റർ ആൻഡ് മിസ്സസ്. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ ഇക്കടെ പേരാണ് കേട്ടിരുന്നത്. എന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് ആളുകൾ റെസ്പോൺസ് തന്നത്? നാട്ടിലെ ഏറ്റവും കൂടുതൽ ചെല്ലിനോടത്ത് നിന്റെ ഭാര്യക്ക് പച്ചത്തറി അറിയില്ലെന്ന് ചോദിച്ച. പിന്നെ ഭാര്യ ഇത്രയും വലിയ നുണ പറഞ്ഞ് നിന്നെ ഈ പാവായ നിന്നെ ഇത്രയും മുക്കിയില്ലോ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ജനങ്ങൾ മൊത്തം ഇക്കടെ കൂടെയാണ്. അതെ, ഇത്ത എന്താണ് അതിനോട് പ്രതികരിക്കാൻ? ഇതേ ആൾക്കാര് ഞാൻ നോണ പറഞ്ഞാ പറയണത്, പക്ഷെ ഞാൻ നോണയല്ല സത്യ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലാവണില്ല. ഐക്യ നോണ പറഞ്ഞെന്നാണ് ജനങ്ങളത് മനസ്സിലാക്കണില്ല. മനസ്സിലാക്കണില്ല അവര്. കുറച്ച് കഴിയുമ്പോ മനസ്സിലായോളും. ഷോ പോയി കുറച്ച് കഴിയുമ്പോ ശരിയായോളും. അവരെ ധാരണ തെറ്റാന്ന് മനസ്സിലായോളും. തനി നിറം പുറത്തു വരും അല്ലേ? അതെ. അല്ല, ഇവിടെ ഒരു പ്രത്യേക കപ്പിൾ ഇരിക്കുന്നുണ്ട്. അതെ. അല്ല, ഹിമ പറഞ്ഞൊരു ഡയലോഗേ അത് കേറി കൊളുത്തി. എന്തായിരുന്നു റെസ്പോൺസ്? അയ്യോ, അന്ന് ഗ്രൂപ്പിൽ എനിക്ക് കോളേജ് ഗ്രൂപ്പ് ഉണ്ട്, ബെസ്റ്റ് ബാച്ച് ഫോർ എവർ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ട്. അതില് മൊത്തം പാൽക്കുപ്പിയുടെ ചിഹ്നമാണ്. പാൽക്കുപ്പിയുടെ ചിഹ്നം. അങ്ങനെയൊക്കെ എല്ലാ ഗ്രൂപ്പിലും ഞാൻ നോക്കുമ്പോ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് പാൽക്കുപ്പി. അതുപോലെ ചേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ചേട്ടൻ പറയും നമ്മുടെ മായാമോഹിനി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വിളക്ക് വെച്ചിട്ട് പിന്നെ പുറത്തിറങ്ങാറില്ല. വിളക്ക് വെച്ചാ പിന്നെ വീട്ടിൽ തന്നെയാണ്. നല്ല കാര്യം. അതുകൊണ്ട് അങ്ങനെ എന്തായാലും ഒരുപാട് സന്തോഷം. അയ്യോ, രൺവീർ സിംഗ് എന്ത് പറയുന്നു? രാജാവേ, പറയാതിരിക്കാൻ വേണ്ട, രാജാവിന്റെ ഡാൻസ് ഗംഭീര അഭിപ്രായമാണല്ലോ എല്ലാവരും. അപ്പോഴത്തേക്ക് മീശയൊക്കെ പെരിച്ചു. രാജാവിനെ രൺവീർ സിംഗിനെ കുറിച്ചിട്ട് എന്തായിരുന്നു? അത് പറഞ്ഞു, ആൾക്കാർ ചോദിച്ചു ചേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് ജിപി എന്താ കോമഡി ആക്കി കളഞ്ഞ്. ചേട്ടനെ കാണാൻ രൺവീർ സിംഗിന്റെ അതേ ലുക്ക് തന്നെ നമ്മള് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൈകൂപ്പി മാപ്പ് ചോദിക്കുന്നു കണ്ണൂരുള്ള മീറ്റ് ആൻഡ് മെറി ഫാൻസിലെ എല്ലാ അംഗങ്ങളോടും. ഞാൻ വിചാരിച്ചില്ല ഇതിന്റെ ഡെപ്ത്. പക്ഷെ എനിക്ക് മാപ്പ് വയ്ക്കാൻ ആഗ്രഹം രൺവീർ ഫാൻസ് അസോസിയേഷനോ. നിങ്ങൾ ക്ഷമിക്ക്, നിങ്ങളത് കേട്ട ഭാവം അടിക്കണ്ട. നമ്മൾ ഓരോ എപ്പിസോഡിന്റെ ഇൻട്രോയ്ക്ക് നിങ്ങൾക്ക് തരുന്ന വെൽക്കം എന്ന് പറയുന്നത് നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ബാക്ക് ബോൺ ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളുടെ നെടുന്തൂണുകളാണ്. നിങ്ങൾ പ്രേക്ഷക ഹൃദയങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമ്മളുടെ ഷോയ്ക്ക് കുറച്ചുകൂടെ സ്വീകാര്യത കിട്ടുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, കൂട്ടത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ കുറെ അധികം സർപ്രൈസ് എലമെന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് പതിയെ പോവാം അല്ലെ? നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് തുടങ്ങിയാലോ? ഡിപിക്ക് ടാസ്കിൽ കൊടുക്കുന്ന പണിഷ്മെന്റ് ഒരെണ്ണെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ കൊടുക്കാലോ. കമ്പനി ഇത് കേൾക്കാണ്ടിരിക്കുക. കമ്പനിക്ക് ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ട്. സുമിത്തിന്റെ ഇംഗ്ലീഷ് ജഡ്ജ്മെന്റ്, പിന്നെ ഭാര്യമാർക്ക് പണിഷ്മെന്റിന്റെ കാര്യം അത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഡിപിക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണം, എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. ആരും നോക്കണ്ട, മറ്റേ പുള്ളി എപ്പ ഇനി വന്നോളും. എന്തിനെങ്ങനെ ബഹുമാനം എനിക്കൊരിക്കും ആരാ? ഫ്രഷ് ചോദ്യം. നീ ഇതാ അവിടെ നാളെ എല്ലാ ആഴ്ചയിലും ഫ്രഷ് സാധനം കൊണ്ടുവന്നത്? എല്ലാ ആഴ്ച ഈ വരവാ. അപ്പൊ പിന്നെ വന്ന കാര്യം പറ. സൂപ്പർ ഹിറ്റ് റിയാലിറ്റി ഷോ ഒക്കെ സംവിധാനം ചെയ്യണ ഒരു സംവിധായകനാണ് ഞാൻ. അങ്ങനെ എല്ലാ തൊട്ടതെല്ലാം പൊന്നാക്കി എല്ലാ റിയാലിറ്റി ഷോയും സൂപ്പർ ഹിറ്റ് ആക്കിക്കൊണ്ട് ഞാൻ എനിക്ക് തന്നെ ഇട്ടങ്ങണ പേരാണ് സൂപ്പർ ഹിറ്റ് ശിവൻ. ഞാൻ ഇപ്പൊ ഇവിടെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ മുതലിനെ പൊക്കിക്കൊണ്ട് വന്നു. ഏത് മുതലേ? DP ഈ പെങ്കൊച്ചിനെ അല്ല, അത് ആഗ്രഹമുണ്ട്, ഇപ്പൊ വേണ്ട. പിന്നെ ദേ ആ നിൽക്കുന്ന താടിക്കാരനുണ്ടല്ലോ,
ഈ താടിക്കാരനെ ഞാൻ പൊക്കി കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ. എന്താ കാരണമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാലോ, ഞാൻ നല്ല റിയാലിറ്റി ഷോ സൂപ്പർ ഹിറ്റ് അടിപ്പിക്കുന്ന ഒരാളാണെന്ന് അറിയാലോ. എനിക്കൊരു ആഗ്രഹം ടേണൊന്ന് മാറ്റി പിടിച്ചാലോ ഒന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ കപ്പിൾ ഷോ ഒക്കെ ഞാൻ ഒരെണ്ണം സൂപ്പർ ഹിറ്റ് അടിപ്പിക്കാൻ വേണ്ടി ഞാൻ റെഡിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ആ മനുഷ്യനോട് പറഞ്ഞു എങ്കും പോകരുത് എന്റെ കപ്പിൾ ഷോയില് കോമ്പയർ ചെയ്യാൻ ആള് വേണമെന്ന് പറഞ്ഞു. പുള്ളി സമ്മതിക്കുകയും ചെയ്തു. ഷോ എന്താണ്? ഈ ഷോയുടെ പേര് GP ആരക്കെട്ട്. ഫ്രഷ് ആട്ടോ, ഇത് ഭയങ്കര ഫ്രഷാ അല്ലേ? ഇത് ഫ്രഷ് ആട്ടോ, ഇത് ഭയങ്കര ഫ്രഷാ. ഷൂട്ടിംഗ് അങ്ങ് തുടങ്ങണേ അന്ന് നമ്മുടെ സ്റ്റുഡിയോയുടെ മുകളിൽ ഒരു ഓട്ട വീഴും. ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ടെന്നോ? അതായത് റേറ്റിംഗ് കയറി പോയിട്ട് അവിടെ അതായത് ഞാൻ ഇതുപോലത്തെ ഒരു കപ്പിൾ ഷോ ആണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്റെ കപ്പിൾ ഷോയില് എന്റെ കപ്പിൾസ് തന്നെ ഒരു 10, 50, 60, 70ഓളം കപ്പിൾസുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. 70 കപ്പിൾസോ? അപ്പൊ തന്നെ ആലോചിച്ച് നോക്കി. 140 പേര്. അതെ 140 പേര് ഇങ്ങനെ സ്റ്റേജിൽ നിറഞ്ഞിങ്ങ് നിൽക്കുക. അങ്ങനെ നിൽക്കുന്നു. ഈ പിള്ളേരെ വരുന്നു. ഈ പിള്ളേരെ കൊണ്ട് റിയാലിറ്റി ഷോ കളിപ്പിക്കുന്നു. ഈ പിള്ളേരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നു. ഈ പിള്ളേരെ കൊണ്ട് പാട്ട് പഠിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. അങ്ങനെ പരിപാടി ഞാൻ ഹിറ്റാണല്ലോ മൊത്തം. അങ്ങനെ ഹിറ്റടിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരുടെ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് 8 കിടുക്കൻ പെമ്പിള്ളേർ ഇങ്ങനെ നടന്നിങ്ങ് വരുക. ഇവരെ കൂടാതെ 8 അടിപൊളിയായിട്ട് പെമ്പിള്ളേർ ഇങ്ങനെ നിൽക്കുവാണ്. ഈ റിയാലിറ്റി ഷോയുടെ എപ്പിസോഡിന്റെ ലാസ്റ്റ് ആണ് ഈ പെമ്പിള്ളേർ വരുന്നത്. ഓക്കെ, ഈ ലാസ്റ്റ് ഈ പെമ്പിള്ളേർ വന്നു കഴിയുമ്പോഴത്തേന് ഞാൻ ചോദിക്കും, JP ഇതിനകത്ത് ഏത് പെണ്ണിനെ നിനക്ക് വേണം എന്നൊരു ചോദ്യം അങ്ങ് ചോദിക്കുന്നു. അതെ, കല്യാണം കഴിക്കാൻ വേണ്ടി. അത് റേറ്റിംഗ് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം തൊളയായിട്ട് നിൽക്കുമല്ലോ. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെ വേണം എന്ന് ചോദിക്കുമ്പോ JP അതിന് മറുപടി പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമ്പോ അന്നത്തെ എപ്പിസോഡ് അവിടെ തീരും. മുൾമുനയിൽ അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ ഇതിന്റെ റിസൾട്ട് നമ്മൾ പറയുള്ളൂ. അടുത്ത എപ്പിസോഡ് തുടക്കത്തിൽ പറയില്ല. ഇതും ഫ്രഷ് ആട്ടോ. എന്റെ പൊന്നു മോനെ, താങ്ക് യു. ഈ എപ്പിസോഡിന്റെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ചോദിച്ചു, JP നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതിന്റെ നിന്റെ സംഭവം ഇതോടെ പറയണം. ഏത് പെൺകുട്ടിയാണ് ഇഷ്ടപ്പെട്ടത് എന്നിങ്ങനെ ചോദിച്ചു നിൽക്കുന്ന സംഭവം. JP ഈ പെൺകുട്ടിയെ കെട്ടും. അഥവാ ഈ JP ഈ പെൺകുട്ടിയെ കെട്ടിയാൽ ഈ പെണ്ണിന്റെ അവസ്ഥ എന്താകും? ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളി അന്നേരം വൈകിട്ട് എല്ലാ എപ്പിസോഡും തീരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് ഈ പെണ്ണിനെ വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ആ എപ്പിസോഡ് അവിടെ തീർന്നു. അത് ഫ്രഷ് ആട്ടോ. വീണ്ടും ഞാൻ ഫ്രഷ് അടിച്ചറിയാം. അപ്പൊ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ 56 പെമ്പിള്ളേർ ഇങ്ങനെ കളിക്കുമ്പോ 8 പെമ്പിള്ളേർ കടന്നു വരുന്നു. വീണ്ടും JPയോട് ചോദിക്കുന്നു ഏത് പെണ്ണിനെ വേണം. ഇങ്ങനെ ഞാനൊരു 150 എപ്പിസോഡ് അങ്ങ് തള്ളി നീക്കം ഞാൻ. അപ്പൊ ഞാൻ ഈ ആൾക്കാരും പെരുത്ത്, വീട്ടുകാരും പെരുത്ത്, നാട്ടുകാരും പെരുത്ത്, നിനക്ക് വേറെ പണിയില്ലടാ JP എന്ന ആൾക്കാർ വിളിച്ച് പറയണ സമയത്ത് ഞാൻ ഇതിൽ ഏതെങ്കിലും സാധനത്തിനെ പിടിച്ച് JPനെ കെട്ടിപ്പിക്കും. അതല്ലേ, അത് പ്രശ്നല്ലേ? അത് കൊള്ളാം. കല്യാണ മണ്ഡപത്തിൽ JP ഇങ്ങനെ പെണ്ണിനെ കാത്തിരിക്കണ സമയത്ത് ഒരുത്തം വന്നിട്ട് പെണ്ണിന്റെ ഇരിപ്പിടത്തിൽ ചെരുപ്പിട്ട് കയറി ഇങ്ങനെ ഒരു നിപ്പ്. ഈ കല്യാണം നടക്കില്ല എന്ന് ഒറ്റ പറത്തില്ല, ഒറ്റ ടിസ്റ്റ്. അപ്പൊ തന്നെ ഈ JP ചോദിക്കും, അത് പറയാം നീ ആരാന്ന് ചോദിക്കുമ്പോ പുള്ളി പറയുവാണ്, നീ കെട്ടാൻ പോണ പെണ്ണിന്റെ ഭർത്താവടാ ഞാൻ. അവിടെ വെച്ചിട്ട് ഈ പ്രോഗ്രാം അങ്ങ് വൈൻഡപ്പ് ആവുകയാണ്. പിന്നെ 2 വർഷം കഴിയുമ്പോ വീണ്ടും ഏതെങ്കിലും ഒരു സാധനത്തിനെ ഞാൻ ഡൈ അടിച്ച് JPനെ പോലെ ഇറക്കി ഞാൻ വീണ്ടും റിയാലിറ്റി ഷോ തുടങ്ങി. ഇമാതിരി ഐഡിയ ഇവിടെ വന്ന് പറയാൻ ചേട്ടന് നാണവില്ല. ഇത് മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച റിയാലിറ്റി ഷോകളിൽ ഒന്നാണ്. അതിന്റെ ഫ്ലോറിൽ വന്നിട്ട് ഈ മാതിരി ഒരു ഐഡിയ പറയാൻ ആവുന്നില്ല. അല്ല എന്താ, അല്ല നീ അങ്ങനെ പറയും, JP അങ്ങനെ പറയും. കാരണം എന്റെ ഷോയിൽ നിന്ന് ചാടി വന്നിട്ട് ഈ രീതിയിലുള്ള പണി അടിച്ചിട്ട് നീ എന്റെ അടുത്ത് ന്യായീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് JP അങ്ങനെ പറയും. ഇനി എനിക്കൊന്നും പറയാനില്ല. പരിപാടി നടക്കാൻ ജിമ്മിച്ചിപ്പ് ക്യാമറ എങ്ങനെ വരുമ്പോൾ ഞാൻ സെന്ററിൽ കയറി കിടന്ന് ഡാൻസ് കളിക്കും. പരിപാടി മാത്രം ഞാൻ അലമ്പാക്കി കളയും. അല്ല അതുകൊണ്ട് അത് പറ്റത്തില്ല. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ചേട്ടൻ ഈ പരിപാടി കണ്ടിട്ടില്ലല്ലോ, ഈ പരിപാടി കണ്ടു നോക്കും. ഇത് ക്വാളിറ്റിയുള്ള പരിപാടിയാണെങ്കിൽ ചേട്ടൻ എന്നിട്ട് തീരുമാനിച്ചാൽ മതി. ക്വാളിറ്റി ഇല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പരിപാടിക്ക് JP ഞങ്ങൾ വിട്ടുതരും. അതെനിക്ക് വേറെ അത് മതി പറഞ്ഞല്ലോ. പക്ഷേ ചേട്ടാ, അതൊരു ഇത്രയും കോൺഫിഡൻസിൽ പറയണമെങ്കിൽ അതിനകത്തൊരു കാര്യം ഉണ്ടല്ലോ. ഞങ്ങൾ ഇവിടെ ഇത്രയും എപ്പിസോഡ്സ് കഴിഞ്ഞ് പ്രേക്ഷകരൊക്കെ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിന് പോകുന്നൊരു റൂട്ട് ഉണ്ടില്ല. ഈ മാലയും ഈ കല്യാണം ഒന്നും അല്ല. അല്ല, ആ ഫ്രെയിം അല്ല. ഞങ്ങൾ പിടിക്കുന്ന ഫ്രെയിം വേറെ ഒരാളും പിടിക്കാത്ത ഫ്രെയിമാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് ഓരോ എപ്പിസോഡിലും ഞങ്ങൾക്കും ആർക്കും അറിയില്ല, ജനങ്ങൾക്ക് പോലും അറിയില്ല. അതിങ്ങനെ നിർഗളം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചേട്ടൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ ഈ ഷോ കാണുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ചു നേരം കാണാം. കണ്ടിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇതിന്ന് ചൊരണ്ടിക്കും. അങ്ങനെ നീ എന്നെ കളിയാക്കരുത്. ഒരുപാട് പരിപാടി ചൊരണ്ടിയിട്ടാ ഞാൻ ഈ വലിയ നിലയിലെത്തി. നീ എന്നെ അങ്ങനെ കളിയാക്കി പറയണ്ട കേട്ടോ. ചൊരണ്ടാൻ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് ചൊരണ്ടാൻ അറിയാം, ഞാൻ ചൊരണ്ടിയിരിക്കും. അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു കണ്ടു നോക്കും. ഓക്കെ, നമ്മള് നമ്മുടെ ഷോയിലേക്ക് പോവാണ്. യാതൊരു ദുഷ്ടശക്തി വന്നാലും നമ്മുടെ സമയം മെനക്കെടുത്ത് നമ്മൾ തയ്യാറല്ല. കണ്ടിരുന്ന് എൻജോയ് ചെയ്തോ? ഓക്കെ, ടാസ്ക് ഗംഭീരമായിരിക്കും.
എന്റെ വാക്കാണ്. ടാസ്ക് ഭയങ്കര സൂപ്പർ ആയിരിക്കും. എന്റെ വാക്കാണ്. തെറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ട് പറയൂ കേട്ടോ. ഞാൻ തയ്യാറായി പോയി. ഇരുത്തണ്ടായിരുന്നു. നമുക്ക് തുടങ്ങാം. എന്താണ് ആദ്യത്തെ ഗെയിമിന്റെ പേര്? മുതലാളി ജംഗ ജഗ ജഗ. നമ്മൾ ഒരുമിച്ച് പറയാം, എന്നാലും ഇതിനൊരു പഞ്ചുള്ളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. മുതലാളി ജംഗ ജഗ ജഗ. ആക്ഷൻ. ജീവ, ആ, നമ്മൾ ഇപ്പൊ കുറച്ച് എപ്പിസോഡുകളായിട്ട് 2 ഗ്രൂപ്പായിട്ടുള്ള മത്സരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹോനായി, പവനായി. പക്ഷേ പോയിന്റ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ, അതൊരു ടൈ പോലും അല്ല. 3-1 ആണ്. അതിൽ നമ്മുടെ പവനായി ഗ്രൂപ്പ് 3 എന്നുള്ള പോയിന്റ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻ. ഹോനായി ഗ്രൂപ്പ് ഇപ്പോഴും ഒരൊറ്റ വിജയം മാത്രമാണ്, ഒരു എപ്പിസോഡ് മാത്രമാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതെ, ഈ ഒരു എപ്പിസോഡോടുകൂടി നമ്മളുടെ ഹോനായി പവനായി കാര്യത്തിൽ ഒരു തീരുമാനമാവും. അതിലേക്ക് ഞാൻ കിടക്കാം. പക്ഷെ ഈ ഒരു ടാസ്കിൽ നിങ്ങൾ അവരെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ച് വീക്കാണ് എന്നുള്ളതുകൊണ്ട് ഈ ടാസ്കിൽ നിങ്ങളിൽ നിന്ന് 2 കപ്പിൾ മത്സരിക്കുന്നതായിരിക്കും, അവരിൽ നിന്ന് 1 കപ്പിളായിരിക്കും മത്സരിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? പവനായി 3 പോയിന്റ്, പോയിന്റ്, ഹോനായി 1 ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ടാസ്കിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് 2 പേരാണ് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ 2 വേഴ്സസ് പവനായിലെ ഒരാള്. ഓക്കെ, അപ്പോ ചിട്ടു, ഈ ഗ്രൂപ്പിൽ നിന്ന് പവനായി ടീമിനെ വെല്ലുവിളിക്കാനുള്ള 2 കപ്പിൾസിനെ വിളിച്ചിറക്ക്. നിസാർക്ക ആൻഡ് ഷിജിത, Come on. ലക്ഷ്മി ആൻഡ് സഞ്ജു. ഹോനായി ടീമിൽ നിന്ന് ഈ 2 കപ്പിൾസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാൻ വരുന്നത് സൈസ് കൊണ്ടും ശക്തി കൊണ്ടും ഗാംഭീര്യം കൊണ്ടും പവനായി ടീമിന്റെ നെടുന്തൂൺ രാജ. ലെറ്റ്സ് വെൽക്കം മീ തൻവീരി. ഓക്കെ, അപ്പൊ മുതലാളി ജംഗ ജഗ ജഗ, അതാണ് നമ്മുടെ ടാസ്കിന്റെ പേര്. ടാസ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് ഒരുങ്ങി വരാനുണ്ട്. ഓക്കെ, ഒന്ന് റെഡി ആവാനുണ്ട്. അതുകൊണ്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയുന്നതിന് മുമ്പ് കുറെ പ്രോപ്പർട്ടീസ് വരാറുണ്ട്. ഇവർക്കൊന്ന് റെഡി ആവണം, നന്നായിട്ടൊന്ന് റെഡി ആവണം. ഓക്കെ, അതിനുള്ള സമയം നമ്മൾ കൊടുക്കണ്ടേ? മക്കളെ വേഗം പോയി റെഡി ആയിട്ട് വരൂ. ഞങ്ങളെ പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ആയിട്ട് നിൽക്കാം. ഓക്കെ, മുതലാളി ജംഗ ജഗ ജഗ. പതിവ് പോലെ നല്ല വൃത്തിയുള്ള വേഷത്തിൽ വന്ന ഇവരെ പ്രത്യേക വേഷത്തിലേക്ക് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഗെയിം കളിക്കാൻ ഏറ്റവും കൂടുതൽ സന്തോഷം ആർക്കാന്നറിയോ? നിങ്ങൾ എല്ലാരും നോക്കിയേ, ആ മുഖത്തല്ലേ. ഈ ഗെയിം തീരെ ഇഷ്ടപ്പെടാത്ത ഒരാൾ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. ഇത് ചെറുതായിട്ട് ഒരു യെസ് ഓർ നോ പോലത്തെ തന്നെ ഒരു ഗെയിമാണ്. ചെറുതായിട്ട് ഏകദേശം നമ്മുടെ കയ്യിലൊരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും. ഇതിന്റെ ആൻസർ ലൈക് ഭർത്താവ് ഒരെണ്ണം ചൂസ് ചെയ്യുക. ഇവിടെ കുറെ കാർഡ്സ് ഉണ്ട്, അതാണ് ഇതിന്റെ ആൻസേഴ്സ്. 3 ഓപ്ഷൻസ് ഉണ്ടാവും. ഇതിൽ ഭർത്താവ് ഒരെണ്ണം ചൂസ് ചെയ്യുക, ഭാര്യ ഒരെണ്ണം ചൂസ് ചെയ്യുക. 2 പേരും ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുക. പൊക്കി കാണിക്കുന്ന ആ ഒരു ആൻസർ ഒരേപോലത്തെ ആണെങ്കിൽ പണിയൊന്നുമില്ല. ഒന്നുമില്ല. തെറ്റാണെങ്കിലോ? തെറ്റാണെങ്കിൽ അതിനാണ് പ്രിയ കലാസ്നേഹികളെ നമ്മൾ ഈ ബക്കറ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത്. ഈ ബക്കറ്റിനകത്ത് വിഭവസമൃദ്ധമായ പല സാധനങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് കാടിവെള്ളം, കുറുകിയ കഞ്ഞിവെള്ളം, നീലം, പിന്നെ പച്ചക്കളം. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഏഷ്യൻ പെയിന്റ്സ് ആണ്. നമുക്ക് ഷിട്ടു അവിടെ പോയിരുന്നാലോ? പോവാം. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന്. കഴിഞ്ഞ പ്രാവശ്യം ഈ മൊട്ടലൊക്കെ മുക്കിയപ്പോ ഇതൊക്കെ ആക്കിയപ്പോ കൊറേയൊക്കെ അതുകൊണ്ട് നമ്മുടെ കോസ്റ്റ്യൂമർ വളരെ വൃത്തിയായിട്ട് ഡ്രസ് ചെയ്ത് മുങ്ങിയത് നിസാറൊക്കെ ആണെങ്കിലും തുടക്കുന്നത് ജീവിയായിരുന്നു. ഇങ്ങനെ ഒപ്പിക്കൊടുക്കുമായിരുന്നു, ഒരു അവിഞ്ഞ പരിവായിരുന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ പോയിരിക്കാം. ഓക്കെ, ഞാൻ പറയുന്നു അതാണല്ലോ ചീൻ, അധ്വാനിക്കുന്ന തൊഴിൽ വിഭാഗം. ഓക്കെ, എവരിബഡി റെഡി. ആദ്യത്തെ ചോദ്യം ഷിട്ടു ചോദിക്കൂ. ഭർത്താവ് തന്റെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത് ഇവരിൽ ആർക്കാണ്? ഓപ്ഷൻസ്: ഭാര്യയ്ക്ക്, കൂട്ടുകാർക്ക്, വീട്ടുകാർക്ക്. രാജാവേ, കോടതിയിൽ ചെന്നിട്ട് മറ്റേ നിയമത്തെ പറ്റി സത്യം ചെയ്യാൻ നിസാർക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തോ? സെലക്ട് ചെയ്തു. ഓരോരുത്തരെ വെച്ചിട്ട് ആദ്യം അതാ നല്ലത്. അപ്പൊ ആരെ വിളിക്കണം ആദ്യം? നമുക്ക് നിസാർക്കെ ഷിജിത്തെ വിളിക്കാം. മുത്തിന്റെ ഇഷ്ടോടാ, നല്ല റിലാക്സേഷൻ. എന്ത് പ്രകാശനല്ലേ, ഭയങ്കരം. ഓ, നിസാർക്ക ഷിജിത തിരിഞ്ഞോ? ഭർത്താവ് തന്റെ ജീവിതത്തിൽ മുൻതൂക്കം കൊടുക്കുന്നത് ഭാര്യ, ഫാമിലി,
അടിപൊളി. ഈ ഒരു കാര്യത്തോട് നിസാർക്കയുടെ പ്രതികരണം എന്താണ്? അല്ല, എനിക്ക് ഫാമിലി ആയിട്ടാണ് കൂടുതൽ താല്പര്യം. ഇത് ഇവൾക്ക് അറിയണതാണ്. പിന്നെ ഏത് കാരണം കൊണ്ടാണ് ഭാര്യ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. മനഃപൂർവ്വം പണി തരണം എന്നുള്ളതുകൊണ്ട്. അല്ലല്ല, എന്റെ വിശ്വാസം അല്ലേ അല്ല. മനസ്സിലായില്ലേ വിശ്വാസം പൊളിഞ്ഞെന്ന്? പോയി. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ആളിലേക്ക് പോവാം. ലക്ഷ്മി, സഞ്ജു ആർക്കാണ് ഏറ്റവും കൂടുതൽ? അത് കലക്കി. അല്ല, അത് കലക്കിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസാറക്കയുടെ എക്സ്പ്രഷൻ ആണ്. ഇല്ല ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ടാണല്ലോ പരിപാടി. സങ്കടപ്പെടണ്ട. നമുക്ക് മൂന്നാമത്തെ ആളിലേക്ക് പോവാം. മീറ്റ് മിറി. എവിടെ മീറ്റ്? രൺവീർ സിംഗ്. തിരി രാജാവ്. ഭാര്യ രൺവീർ സിംഗിന്റെ കണ്ടോ? പണി കിട്ടാൻ പോകുന്ന ആൾക്കാര് നിസാർക്കയും മീത്തുമാണ്. നിസാർക്ക, ഞാനൊരു പാപിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നു. എന്നിട്ട് വേണം തലേ കൂടെ ഒഴിക്കാൻ. ഇരുന്നോളൂ. ഇത്ത പോയി അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാടിയോ ഇഷ്ടമുള്ളത് എടുക്കാം. ഓ, എന്താ മുഖം! എനിക്ക് വയ്യ. ഇത് മഞ്ഞവെള്ളം. വെറും മഞ്ഞവെള്ളം. DP കാടിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഐസ്ക്രീം എന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുക. കുറെ നേരമായിട്ട് ഈ കാടിവെള്ളം എന്താ സംഭവം എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. ഡയലോഗ് ഇതിലെ പിന്നാക്കുണ്ടായിരുന്നു. നിസാർക്ക, എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല, പിണ്ണാക്ക് തന്നു. പിണ്ണാക്കണത് മുഴുവൻ അതെന്തിനാ കഴിച്ചു നോക്കണേ? വായലിക്ക് പോയി കഴിക്കാണ്ട് പറ്റോ? ശീലം. ഓക്കെ, കഴിക്കാതെ ടേസ്റ്റ് പറയാൻ പറ്റില്ല. ഓക്കെ. മീത്തിരുന്നു. അത് തൈര്. ഭാര്യമാരായാൽ ഇങ്ങനെ വേണം. എന്നാ സ്നേഹം. പണ്ട് ഇതുപോലെ രാജാക്കന്മാർക്ക് പാലാഭിഷേകമൊക്കെ നടത്താറുണ്ട്. മിസ്റ്റർ ആൻഡ് മിസസിലെ രൺവീർ സിംഗിന് പുളിച്ച തൈര് മതി. ഓക്കെ, റെഡി? ഭാര്യയുടെ മെയിൻ ആയുധം: ചൂല്, വെട്ടുകത്തി, നാക്ക്. സഞ്ജു ആദ്യം എടുത്തു കേട്ടോ. എന്താണ് സഞ്ജു ലക്ഷ്മി തെറ്റിക്കില്ല, എനിക്ക് 100% ഉറപ്പാണ്. എന്താ കാരണം? അത് നൻപണ്ട, എനിക്കറിയാം. അവന് മാത്രല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് അത് ഫിക്സഡ് ആണ്. എന്നാ നമുക്ക് ആദ്യം സഞ്ജുവിന്റെ നോക്കാം അല്ലേ? ഈ ഒരു കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല കേട്ടോ. അതിലില്ല. നൻപണ്ട. പുള്ളിക്കാരനറിയാം ഞാൻ ഹിമയൊക്കെ ഒരേ റേഞ്ചാണ്, അതുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തിന്റെ കുഞ്ഞാണോ ഇത്? നീ തന്മറി കാണിക്ക്. നാക്ക്. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചൂലുകൊണ്ട് ഇതുവരെ അടിച്ചിട്ടില്ല. എന്താ മീത്ത പിന്നെ ഇത് സെലക്ട് ചെയ്ത ചൂല്? ഞാൻ രാവിലെ എണീക്കുമ്പോ ഇവളെ കയ്യിൽ കാണുന്ന ഒരു സാധനം ചൂല. വീട്ടിൽ ആകെ ചെയ്യുന്ന ഒരു പണി രാവിലെ എണീച്ച് വൈകുന്നേരം വരെ വീട് വൃത്തിയാക്കുക. അത് ഒറ്റ ദിവസം ആഴ്ചയില്ല. ആ ദിവസം എന്റെ അധോഗതിയാ. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഈ അവസ്ഥ അല്ലേ? ഓക്കെ, നിസാർക്ക. ഇത്ത. ഞാൻ ആദ്യമായിട്ടാണ് ഇത്തട മുഖത്ത് ഇത്രയും വിഷമം കാണുന്നത് ഒരു ഗെയിം കളിച്ചു. ഞാൻ വിചാരിച്ചു ഇനി രണ്ടാമതും പണി കൊടുക്കാൻ പറ്റുന്നത്. അതിൽ ഞാൻ അവരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ. പണിഷ്മെന്റ് എന്റെ പൊന്നു. വരൂ. അടിയിലായിരുന്നു കളറ്. ഇതിപ്പോ കറക്റ്റ് ആയിട്ടുണ്ട്. ഭർത്താവിന് ഇത് അലർജിയാണ്. കുളി, പല്ലുതേപ്പ്, ഇന്നർ വെയർ.
കേരളം കാത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, അപ്പൊ ഓരോ ആദ്യം തന്നെ സഞ്ജു ലക്ഷ്മി തന്നെ. സഞ്ജു ലക്ഷ്മി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇതില്. അല്ല, ഞാനിത് എപ്പോഴാ ഇടാതെ വെളിയിൽ പോയിട്ടുള്ളതെന്ന് അവരോടൊന്ന് പറയാൻ പറ. അത് ലക്ഷ്മി വ്യക്തമാക്കണം. അയ്യേ, അതെന്തിനു വ്യക്തമാക്കണം? അയ്യേ, ഞാൻ നാട്ടിൽ പോയിരിക്കല്ലേ എന്റെ ജീവ ഫാമിലി ഓഡിയൻസ്. ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോയെന്നേ. അടുത്തോടേക്ക് ആ വിഷയം വിട്. ഈ ഭാഷ നിസാറക്കോട് ചോദിക്കാം അല്ലേ? ഏതാണ് അലർജി? ഭാര്യയുടെയും ഭർത്താവിനെ മനസ്സറിയുന്ന ഏക ഫാമിലി. അതും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മള് കുറെ ഗെയിമായി, കുറെ ചോദ്യങ്ങളായി, ഈ ഒരു കാര്യത്തിലാണ് ഒത്തൊരുമയുള്ളത്. ഈ ഒരു കാര്യത്തിൽ മാത്രം. നീത്തേ ആ ചിരിച്ചോണ്ടൊക്കെ കാണിച്ചേ. അല്ല, ഇത് സംഭവം എന്നാണല്ലോ, രാജാവിന്റെ മൊത്തം കളർ ഒഴിച്ചപ്പോഴേ കൊട്ടാരത്തിൽ കക്കാൻ കയറി കള്ളന്റെ മതി. അപ്പൊ ഇതില് മീത്തിന് ഏതാണ് അലർജി? കാണിക്കുക പല്ല് തേപ്പ്. അത് കണ്ടോ? ഭാര്യമാരെല്ലാരും ഇതാണല്ലോ ചൂസ് ചെയ്തേ. ഒരേപോലെ മീത്തിനെ വെച്ചിട്ട് നമുക്ക് പണിഷ്മെന്റ് തുടങ്ങാം. ഓക്കെ, കമോൺ. മീത്ത് മുട്ടുകുത്തിരിക്കൂ. ഇപ്പോഴാ ഈ മനുഷ്യനൊന്ന് പച്ച പിടിച്ച് കണ്ടത് അല്ലേ? എല്ലാരും മീത്തിനെ കണ്ട് ആസ്വദിച്ചു കഴിഞ്ഞോ? ഇനി നമുക്ക് സഞ്ജുനെ കാണാം. സഞ്ജുനെ ആദ്യമായിട്ട് വയ്ക്കാൻ പോവാ. കച്ച കെട്ടി ഇറങ്ങി ലക്ഷ്മി. അടിപൊളി. അതവിടെ തലയിരുന്നോട്ട്. ഇത് പശുവിന്റെ എവിടെ പോയി ചാണ മിക്സ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇനി എന്തോലും പറഞ്ഞില്ല. ഐ ലവ് യു കൂടെ പറഞ്ഞു. നീ ഐ ലവ് യു. ഇവര് കറക്റ്റാക്കി. ഇവർക്കൊരു അടിപൊളി കൈ എടുക്കണം. നിങ്ങളുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്കൊരു വരം ചോദിക്കാൻ അവസരമുണ്ടായാൽ ഇവയിൽ ഏത് തെരഞ്ഞെടുക്കും? ബാച്ചിലർ ലൈഫ്, പുതിയ പങ്കാളി, സഹനശക്തി. മനസ്സിലുള്ളത് പറഞ്ഞ പെണ്ണുമ്പോൾ ഇടിക്കുകയും ചെയ്യും. എന്ത് ചെയ്യും? എനിക്ക് ഇഷ്ടമായി ഈ ചോദ്യം, നല്ല ചോദ്യം. ആദ്യം തന്നെ നിസാർക്കയിൽ നിന്നും നമ്മൾ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ കാലമേ. 14 വർഷം മുമ്പേ സ്വന്തം മണ്ടത്തരത്തിൽ സന്തോഷിച്ചു ഞാൻ. ഈ സാധനം മനസ്സിലായ? എന്റെ മണ്ടത്തരം നിൽക്കണത് എന്റെ കല്യാണം ആ മണ്ടത്തരം. ഇനി വന്ന് പ്രത്യക്ഷപ്പെട്ട നോക്കിയാ പുതിയ പങ്കാളി. രണ്ടാമത്തെ മണ്ടത്തരായാലോ? വന്ന് കയറുന്ന DP പോലെ ഒരാളാണെങ്കിലോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. തീർന്നില്ലേ? എരുതിന്ന് പറഞ്ഞിട്ടിലേക്ക് പോയ പോലെ ഇരിക്കും. കൊതുകിനെ പേടിച്ച് കാളക്ക് ജീവിതം. പിന്നെ ഞങ്ങൾക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, എൻജോയ്. ഇതിന് പണി കൊടുക്കണം. ഇതിന് ഞാൻ അതിലേ ശരിയാക്കി തരാം. അവിടെ നിൽക്കവിടെ. സഞ്ജുവും ലക്ഷ്മിയും എന്താ വെറുതെ നിൽക്കുന്നത്? കാണിച്ചേ. പുതിയ പങ്കാളി അല്ലേ? അല്ല, നിങ്ങൾ ആരെങ്കിലും ഇത് കേട്ടോ? സഞ്ജു ലക്ഷ്മി അവിടെ ഇങ്ങനെ തിരിച്ച് കാണിച്ചോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ ഇത്ത പറയാ, പുതിയ പങ്കാളിയില്ലേ ശരിയാക്കി. നേരത്തെ പറഞ്ഞ ഡയലോഗ് ഒന്ന് ഇക്കയുടെ മുഖത്തോക്കി പറഞ്ഞേ. പണി വരുന്നുണ്ടാവും അച്ഛാ. ഓക്കെ ജീവ, ഇതെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. നീ കുറച്ച് കഴിഞ്ഞാൽ ആഗ്രഹിക്കും. അല്ല, കുറച്ച് കഴിഞ്ഞാല് പുള്ളിയുടെ കയ്യിലെ പടമുണ്ട്. പുള്ളി ഒടിച്ചു മടക്കി കുപ്പത്തൊട്ടിയിൽ ഇട്ടു. നമ്മൾ അങ്ങനെയാണോ കൂട്ടാ? മീത്ത് മിറി. മീത്ത് മിറി.
കാണിച്ചേ. കാണിക്ക്. ആ കാണിക്ക്. നീ ഇങ്ങനെ ചിരിക്കല്ലേ രാജാവേ. അടിപൊളി. ഇത്ത റെഡിയല്ലേ? മുട്ട കുത്തിക്കോ. ഇത്ത നോക്കണ കളറല്ല, ഇത്ത നോക്കണ തിളച്ച എണ്ണ ഉണ്ടോന്ന് നോക്കണല്ലേ. അപ്പൊ അഴുത്തൊലിയെടുത്ത് വായില് വെച്ച ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്ത? വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? ചിലയിടത്ത് ചാണകം, ചിലയിടത്ത് കാടി. അതേ ഗോപാല, എന്ത് ചെയ്യാൻ പറ്റും? കണ്ടു ആസ്വദിക്കാം. ഭർത്താവിന്റെ സ്വഭാവ സാദൃശ്യമുള്ള മൃഗം: 1 കാള, 2 കഴുത, 3 കൊരങ്ങൻ. 3 എടുത്ത് കാണിക്കാൻ പറ്റും. ആദ്യം കൊരങ്ങൻ. അല്ല, മീത്തെടുക്ക. കൊരങ്ങൻ എന്ന് പറഞ്ഞപ്പോ സജ്ജ തിരിച്ചു. മീത്ത് മിരി. കാണിച്ചേ. കാണിച്ചേ, മീത്ത് കാണിച്ചേ. കണ്ടില്ല. അതെ, കാളയും കൊരങ്ങൻ. അടിപൊളി. സഞ്ജു ലക്ഷ്മി. പക്ഷെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കപ്പിൾ, അതെ അതെ, ആ ഒരു പെയർ, അതെ. നിസാർക്കയും ഷെജിദയും. Come on. കാള. ഓക്കെ, അപ്പോ 3 പേരും പണിഷ്മെന്റിന് തയ്യാറായി നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് സഞ്ജുവിൽ നിന്ന് തുടങ്ങാം. ഫുള്ളഴിക്കട്ടെ. നിങ്ങൾക്ക് നല്ല സമയദോഷമുണ്ട്. ഇതൊക്കെ പോട്ടെ, തൈരിനെന്താ വില? ആസ്വദിച്ചു കഴിഞ്ഞെങ്കിൽ അടുത്ത കപ്പിളിലേക്ക് പോവാമല്ലോ. നീത്തിന്റെ തലയിൽ ഒഴിച്ചോ. മധുരമില്ലാത്ത പായസം പോലെ കഴിക്കില്ലട്ടോ രാജാവേ. രാജാവേ ടേസ്റ്റ് ഇത്രയും ദാരിദ്ര്യമുള്ള രാജാവ്. ഇക്ക കലിപ്പ് തീർന്നില്ല. ഭാര്യയുടെ പീഡനം കൂടുതലും ഏറ്റുവാങ്ങുന്ന ഭർത്താവിന്റെ ശരീരഭാഗം. 1. പറയട്ടെ. സഞ്ജു സെലക്ട് ചെയ്താ. മോന്ത, മുതുക്, തലമുടി. സഞ്ജു ഒരു ഓപ്ഷൻ പോലും വേണ്ട. ഭാര്യയുടെ പീഡനം കൂടുതൽ ഏറ്റുവാങ്ങുന്ന മീത്തിന്റെ ശരീരഭാഗം. മോന്ത. അപ്പൊ മോന്തയ്ക്ക് കൊടുത്തിട്ട് മുതുകിന് പിടിക്കും. സഞ്ജു ലക്ഷ്മി. സഞ്ജുവിന് ഭയങ്കര കോൺഫിഡൻസ്. മുതുക്, തലമുടി. പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം വോയിസ് മെസ്സേജ് അയച്ചപ്പോ ഞാൻ അടുത്തിരുന്ന് ചിരിച്ചെന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ വെച്ച് ഒരു ഇടിയിടിച്ചെന്നെ ഇവിടെ. ഞാൻ മുതുകിനല്ല ഇടിക്കുന്നത്, പുറത്താ ഇടിക്കാറ്. പുറന്ന് പറഞ്ഞ മുതുകല്ലേ? അതെ, തന്നെ പറഞ്ഞത്. ഓക്കെ ഇക്ക. മുതുക്, തലമുടി. എനിക്ക് റെസ്പോൺസ് അറിയണ്ട. എനിക്ക് അതായത് ഇപ്പൊ നമ്മൾ ഓരോന്നും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോ ഞാൻ അങ്ങനെ നടന്നു പോകുമ്പോ ഇവള് ഇങ്ങനെ മുട്ട ഇങ്ങനെ ആക്കും മുതുകത്ത്. അല്ലാണ്ട് വേറെ ഉപദ്രവിക്കാറില്ല. തലമുടിമ എന്ത് ഉപദ്രവിക്കാനാ? അപ്പൊ പണിഷ്മെന്റിലേക്ക് പോവാം അല്ലേ? ആദ്യം തന്നെ നമുക്ക് മീത്തുനിന്നും മെറിന്നും തുടങ്ങാം. പഴുത്ത
പഴത്തൊലി ഒന്നും കണ്ടില്ല. പഴത്തൊലി കിട്ടിയില്ല. ഡീസന്റ് പിണ്ണാക്കായി പോയി. പെട്ടെന്ന് രാജാവ് വാർദ്ധക്യത്തിലേക്ക് എത്തിയൊരു feel. സഞ്ജു ഓൾറെഡി പറയുന്നതിന് മുന്നേ ഇരുന്നു. ലക്ഷ്മി, ചുരിദാറ് കഴിഞ്ഞ വെള്ളമാണോ അത്? നീലക്കണ്ണ നിന്നെ കണ്ടു മിസ്സിന്റെ ഫ്ലോറിൽ. ഭർത്താവ് കൈവെക്കാത്ത ഭാര്യയുടെ മേഖല. കുക്കിംഗ്, ക്ലീനിങ്, വാട്സപ്പ് ചാറ്റ്. രണ്ടും പിടിക്കാൻ പറ്റുമോ? ഭർത്താവ് കൈവെക്കാത്ത ഭാര്യയുടെ മേഖല. കുക്കിംഗ്, ക്ലീനിങ്, വാട്സപ്പ് ചാറ്റ്. റെഡി? എനിക്ക് ഇക്കേ അറിയണ്ട. അത് കലക്കി. അടുക്കള ഏതാന്ന് പോലും അറിയില്ല. സഞ്ജു എന്താ ഒരു കളലക്ഷണം പോലെ വാട്സപ്പ് ചാറ്റ്. എന്തുവാ സഞ്ജു ഏട്ടാ? മീത്തെ ക്ലീനിങ്. ഞാൻ കുക്ക് ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ സഞ്ജുവിനും മീത്തിനുമാണ് പണിഷ്മെന്റ് കിട്ടാനുള്ളത്. ലക്ഷ്മി, മീത്തെ രാജാവ്. ബെഡ്റൂം ഒഴിച്ചു നിർത്തിയാൽ വീട്ടിൽ അടികൂടാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അടുക്കള, ബാത്റൂം, മുറ്റം. സഞ്ജു ലക്ഷ്മി. സഞ്ജു ലക്ഷ്മി എവിടാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത്? ബാത്റൂം, അടുക്കള. അടുക്കള. മീത്തൻ മെറി എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നത്? ബെഡ്റൂം ഒഴികെ. എവിടെ? മുറ്റം, അടുക്കള കേറാറില്ലല്ലോ. നമ്മൾ രണ്ടാളും ആക്ച്വലി അടി കയ്യാറേയില്ല. അപ്പൊ ഇവിടെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലാത്തോണ്ട് ഒന്നെടുത്തു. ഒരു തുള്ളി പോലും ഡൗട്ട് ഇല്ലാതെ മിറി മുറ്റം പൊക്കിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായത്. എനിക്ക് തീരെ വഴക്കുണ്ടാക്കാറുള്ളത്. ബാത്റൂം, മുറ്റം. അതെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ അടി ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ വിളിച്ച് ഞാൻ ബാത്റൂം എന്താ വെച്ചാൽ പിള്ളേരെ ആക്കണ്ടാച്ചിട്ടാ, മക്കളെ ആക്കണ്ടാച്ചിട്ട് ബാത്റൂമിൽ വെള്ളം തുറന്നിട്ട് ഞാൻ ചീത്ത പറയാറുണ്ട്. അണ്ട് ഇടിക്കാറൊന്നുമില്ല ഇവിടെ. ഇങ്ങനെ ഇടി തുടങ്ങാൻ പോണത്. അല്ല അപ്പൊ എന്തുകൊണ്ടാണ് മുറ്റം എന്ന് പറയാൻ കാരണം? മുറ്റം ഫ്ലാറ്റിലെവിടെ മുറ്റം? ഇത് മനഃപൂർവ്വം ഇത്ത പണി കൊടുക്കാൻ വേണ്ടി മുറ്റം എടുത്താണ്. ബാക്കിൽ ഞങ്ങൾക്ക് മുറ്റുണ്ട്. ഞങ്ങള് ഗ്രൗണ്ട് ഫ്ലോറിലാ. ബാക്കിലത്തെ മുറ്റം ഞാൻ കാണാറില്ല. ബാക്കിൽ മുറ്റോ? ചുരുക്കി പറഞ്ഞാൽ 3 പേര് മുങ്ങണം. ഇരുന്നോ? ലച്ചു, ഇനി നിങ്ങൾക്ക് തൽക്കാലം ഒന്ന് ആശ്വസിക്കാൻ കാര്യം ഇത് ലാസ്റ്റ് ചോദ്യമാണ്. ഇതിൽ കൂടുതൽ നീ എന്ത് സംഭവിക്കാനാ ഭാനുമതി? ഭർത്താവ് ഒരു മേക്കപ്പ് മാൻ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഏത് നടിയുടെ കൂടെ ആയിരുന്നേനെ? സണ്ണി ലിയോൺ, നയൻതാര, DP. അയ്യേ, മൂട് പോയി.
ആദ്യം നമുക്ക് മീറ്റിന് ചോദിക്കാം. മീറ്റേ, സണ്ണി ലിയോൺ, നയൻതാര, സഞ്ജു ലക്ഷ്മി, നയൻതാര. നയൻതാര. സണ്ണി ലിയോൺ. സണ്ണി ലിയോൺ. എല്ലാവരും ഇക്ക. ഇക്ക. കാണിക്കുക. ഇതും അതെ, എന്റെ കൊച്ചിനെ ആർക്കും വേണ്ടായോ? ഇത്ര സുന്ദരിയായ ഒരു കൊച്ചു മുമ്പേ ഇരുന്നോ? നിങ്ങൾക്ക് ചേച്ചി ഉയർ. ഓക്കെ. മിറി. സണ്ണി ലിയോണിയുടെ തലക്ക് സണ്ണി ലിയോൺ അവിടെ വെക്കെന്റെ രാജാവേ. ഒരു ഫോട്ടോ ആണത്. ഞാൻ കൂടെ. ഞങ്ങൾ ഒരുമിച്ച് നനയേണ്ടത്. കൈ പിടിച്ചോ മീത്ത, കൈ പിടിച്ചോ. സണ്ണി ചേച്ചിക്ക് വേണ്ടി കണ്ണി പോയവർ ഞാൻ സഹിക്കും. ചിരിച്ചോണ്ട് കുളിക്കുന്നു. സണ്ണി ലിയോൺ കയ്യിലുള്ളപ്പോ ഇതൊന്നും അറിയ പോലുമില്ല. ഓക്കെ, ലക്ഷ്മി. എന്താ ഒരു ആരാധന. എന്റെ ശവത്തിൽ ചവിട്ടിയിട്ട് നിങ്ങൾക്ക് എന്റെ സണ്ണിയെ തൊടാൻ പറ്റുള്ളൂ. പറഞ്ഞെന്താ അറിയോ? എന്റെ മനസ്സിലാണ്. ഫോട്ടോ ഒന്നും വേണ്ട. ഈ 3 കപ്പിൾസിന് നല്ലൊരു കൈഡ് കൊടുക്കാൻ നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞു. അതെ, ഈ ആണുങ്ങൾക്ക് മാത്രം പണി കിട്ടിയിട്ട് കാര്യമില്ല. ഇവള് കഴിഞ്ഞ പ്രാവശ്യം മുട്ടയില് മുക്കി കുളിപ്പിച്ചു. ഇപ്പൊ നോക്കിയ എല്ലാ കാടിവെള്ളം എല്ലാം കൂടി എന്റെ തലമുടി ഒഴിച്ചു. ഇവൾക്കൊരു പണി കൊടുക്കണം എനിക്ക്. ഈ ഉത്തരം തെറ്റിക്കുന്നത് മനഃപൂർവ്വമാണെന്ന് തോന്നുന്നുണ്ടോ? കൊറേയൊക്കെ മനഃപൂർവ്വം എനിക്ക് പണി തരാൻ വേണ്ടി ആണ്. ഇവൾക്കൊരു പണി കൊടുക്കണം. അതിന് നിങ്ങളൊക്കെ കൂടി സമ്മതിക്കണം. ഞാനീ നാട്ടുകാരിയല്ല. ഇവിടുത്തെ ആൺകുട്ടികളുടെ എല്ലാം പൊതുവായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എന്റെ. മാത്രമല്ല, ഇവൻ പ്രേക്ഷകരിൽ നിന്നും പോലും നമ്മളോട് പല ആൾക്കാരും പറഞ്ഞു ഇത് അന്യായമാണ്, പുരുഷന്മാര് മാത്രം ഭാര്യമാര് മനഃപൂർവ്വം പണി കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വരെ ഒരുപാട് ഇത് വന്നിരുന്നു. പക്ഷേ എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ ജഡ്ജസിലെ ഒരു ഫീമെയിൽ റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ആ കോൾ DP എടുക്കട്ടെ. DP ആദിഷ് പറഞ്ഞത് ഞാൻ യോജിക്കുന്നു. ഓക്കെ, നമ്മൾ നല്ല സ്പിരിറ്റിൽ എടുക്കാം. DP പറഞ്ഞു ഇവർക്ക് പണിഷ്മെന്റ് വേണം. DP പണിഷ്മെന്റ് വേണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരും നമുക്ക് തന്നെ കുളിപ്പിക്കാം. കുളിപ്പിക്കുന്നതിന് മുമ്പ് കമ്പനിയുടെ മൈക്കും സാധന സാമഗ്രികളൊക്കെ ഊരി മാറ്റണം. ഓടി മൈക്കൊക്കെ ഒന്ന് ഊരി മാറ്റിയിട്ട് റെഡി ആയിട്ട് നിന്നോളൂ. എൻജോയ്. അല്ല, ഇത്ത കംപ്ലീറ്റ് ആ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. 1ാമത്തെ എപ്പിസോഡ് മുതൽ ഇക്ക കാത്തു വെച്ചിരുന്നതാണ്. ഏകദേശം 1 മാസം കഴിഞ്ഞു. പ്രേക്ഷക ലക്ഷ്യങ്ങൾ കാണാൻ കാത്തിരുന്ന ആ ഒരു സീൻ എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടി ഞാൻ ഇതിൽ അതാണ് പെൺകുട്ടികളുടെ റെപ്രസെന്റേറ്റീവായിട്ട് ഇത്ത അവർക്ക് വേണ്ടിട്ട് ഈ പണിഷ്മെന്റ് പിന്നല്ല ഇതിന്റെ അപ്പുറം. റെഡി? നല്ല കൈഡി വരട്ടെ. 3, 2, 1. ഇത്തക്ക് തിരിച്ചു മുക്കണോ? വേണ്ട. അല്ല പറ, ഇപ്പൊ മുക്കും. വേണ്ട. ഇത്ത പറയുന്നത് ഇവിടെ കേക്ക് ഇവിടെ നമ്മൾ ഇനി അതിന്റെ പ്രതികാരം പിന്നെ തീർക്കാനില്ല. വേണ്ട. ആദ്യത്തെ ഗെയിം മുതലാളി ജംഗ ജഗ ജഗ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു ആവേശത്തിൽ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം. ഈ ഒരു ആവേശത്തിൽ നമ്മൾ അടുത്ത ഗെയിമിലേക്ക് പോണതിന് മുമ്പ് ആ ഒരു ആവേശവും ആ ഒരു എനർജി നിങ്ങളിപ്പം വെൽക്കം ബാക്ക് പറയുമ്പോ തന്നെ ചിരിക്കുന്നു, അപ്പുറത്തെ ഒരാളെ അടിക്കുന്നു. ആ ഒരു എനർജിയാണ് ജനങ്ങൾക്ക് ഇഷ്ടം. അത് ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള എനർജി. അപ്പൊ ആ എനർജി നമുക്ക് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണ്ടേ? അടുത്ത ടാസ്ക് ഞാൻ അങ്ങോട്ട് വരാം. എന്തോ വലുത് വരുന്നുണ്ട്. നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ളൊരു പണിയുണ്ട് എന്നുള്ളത് ഞങ്ങൾ ജഡ്ജസ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇവർക്ക് കൊടുക്കാൻ പോകുന്ന പണി? 6 എപ്പിസോഡ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡോടുകൂടി നമ്മുടെ ഈ ഗ്രൂപ്പ് കളി നമ്മൾ നിർത്തുകയാണ്. നോ ഗ്രൂപ്പിസം. അപ്പൊ ഇനി മുതൽ ഗ്രൂപ്പില്ല. പവനായി ഗ്രൂപ്പും ഹോനായി ഗ്രൂപ്പും കമ്പനി പിരിച്ചുവിട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ മത്സരിക്കുന്നത് ഇൻഡിവിജ്വൽ കപ്പിൾസ് ആയിട്ടാണ്. അതുകൊണ്ടുകൂടിയാണ് ഇനി വരാൻ പോകുന്ന പണി നിങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉള്ളതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതെ, ഇത് നിങ്ങൾക്കൊരു പണിയും പ്രേക്ഷകർക്ക് വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടിയാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് പ്രേക്ഷകരിൽ നിന്നും വന്ന സജഷൻസിൽ നിന്നാണ് ഞങ്ങൾ ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കണ്ടസ്റ്റൻസിന് കൃത്യമായിട്ട് മനസ്സിലാക്കി, നിങ്ങളുടെ ഒപ്പണൻസ് ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നവരുടെ സ്ട്രെങ്ത് ഒക്കെ നിങ്ങൾക്ക് ഏകദേശം കിട്ടി. എല്ലാം റെഡി ആയിട്ട് നിങ്ങൾ മത്സരിക്കാൻ തയ്യാറായിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് കൂടെ ഈ ഒരു ഫാമിലിയുടെ ഭാഗമാവാൻ വേണ്ടിയുള്ള ഒരു അവസരം കൊടുക്കാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രേക്ഷകരിൽ നിന്നും ഒരു ഉഗ്രൻ കപ്പിൾ നിങ്ങളോടുകൂടി മത്സരിക്കാൻ വേണ്ടി ഈ ഫ്ലോറിലേക്ക് വരുന്നതായിരിക്കും. അടിപൊളി. എങ്ങനെയുണ്ട് മക്കളെ? റെഡിയാണോ ചാലഞ്ചിന്? നിങ്ങൾ റെഡിയാണോ? ഓക്കേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ എതിരിടാനുള്ള, നിങ്ങളെ ചാലഞ്ച് ചെയ്യാനുള്ള കപ്പിൾസ് വെയിറ്റിംഗ് ആണ്. ഓക്കെ, അവര് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുക, നമുക്ക് അയച്ചു തരിക. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം. മിസ്റ്റർ ആൻഡ് മിസ്സിസിലെ ഈ പുലിവാൽ ജോഡികളെ ചലഞ്ച് ചെയ്യാൻ പ്രേക്ഷകർക്ക് ഒരു സുവർണാവസരം. നിങ്ങൾ ഇവരെ പോലെ സൂപ്പർ ജോഡികളാണ് എങ്കിൽ മിസ്റ്റർ ആൻഡ് മിസ്സിസ് വേദിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഒരു തമാശ നിറഞ്ഞ കപ്പിൾ പെർഫോമൻസ് വീഡിയോയും സെൽഫ് ഇൻട്രോ വീഡിയോയും 8089279522 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. കപ്പിൾ ചലഞ്ച് റൗണ്ടിൽ പങ്കെടുക്കാനുള്ള അവസരം സ്വന്തമാക്കുക.